നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചൂടേറിയ വിഷയമായിരുന്നു മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി. മാലദ്വീപിലെ 3 മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇതിനെല്ലാം തുടക്കം. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ മാലിദ്വീപുകാർ ശരിക്കും ഭയപ്പെടുന്നത് മോദിയെയല്ല, പകരം ലക്ഷദ്വീപിനെയാണെന്ന് കാണാം. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ലക്ഷദ്വീപ് എന്നൊരു മനോഹര തീരം ഉണ്ടോ എന്ന് പോലും അധികമാർക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങളെയും കടൽ ചിത്രങ്ങളെയും പുറത്തുവിടുന്നത്. അതോടെ ഗൂഗിളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പേർ തിരയുന്ന വാക്കായി ലക്ഷദ്വീപ് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലക്ഷദ്വീപിൽ നിരവധി പദ്ധതികൾ കേന്ദ്രം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും വാർത്തയായി വരുന്നുണ്ടായിരുന്നു. നിലവിൽ ലക്ഷദ്വീപ് നിവാസികളും കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമാണ് പതിവായി ഇവിടേക്ക് യാത്ര ചെയ്തു വരുന്നത്. പ്രകൃതി സൗന്ദര്യത്തിൽ ലോകത്തിലെ മറ്റേതൊരു ബീച്ചുകളോടൊപ്പം കിടപിടിക്കുന്ന ലക്ഷദ്വീപിലേക്കുള്ള വിനോദയാത്രയ്ക്ക് പൊതുവെ സ്വീകാര്യത കുറവാണ്. ഇതിന് പ്രധാന കാരണം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്തതുമാണ്. കൊച്ചിയിൽ നിന്നും നടക്കുന്ന പരിമിതമായ കപ്പൽ സർവീസാണ് ലക്ഷദ്വീപ് വാസികളുടെ ഏക ആശ്രയം. ദ്വീപ് തലസ്ഥാനമായ കവരത്തിയിലേക്ക് നടക്കുന്ന കപ്പൽ സർവീസിൽ വിനോദസഞ്ചാരികൾക്കായി അനുവദിച്ചിട്ടുള്ളത് 100 സീറ്റ് മാത്രം. അതും കാത്തിരുന്നാലേ കിട്ടുകയുള്ളൂ. അഗത്തി വിമാനത്താവളത്തിലേക്കാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. 72 സീറ്റാണ് ഇതിലുള്ളത്. അതും പകൽ മാത്രമേ വിമാനം ഇറങ്ങുകയുള്ളൂ. ഇവിടേക്കാണ് പുതിയ സീ പ്ലെയിൻ സർവീസ് നടപ്പിലാക്കുവാൻ കേന്ദ്രം പദ്ധതിയിടുന്നത്. ബംഗാരം, കവരത്തി, അഗത്തി, മിനിക്കോയ്, കടമത്ത്, കൽപ്പേനി, സുഹേലി എന്നീ ദ്വീപുകളാണ് ലക്ഷദ്വീപിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. ഇനി കേന്ദ്രം ഇവിടെ നടപ്പിലാക്കുവാൻ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ആധുനിക എയർപോർട്ട് നിർമ്മിക്കുമെന്ന് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രി ജി കിഷൻ റെഡ്ഡി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും ദ്വീപുകളെ ബന്ധിപ്പിച്ച് സീ പ്ലെയിൻ സർവീസിന് സ്പൈസ് ജെറ്റ് വിമാന കമ്പനിക്ക് അനുമതി നൽകി കഴിഞ്ഞു. ഹോട്ടൽ രംഗത്തെ ഇന്ത്യൻ ഭീമനായ താജ് ഹോട്ടൽ 2026 2 ഹോട്ടലുകൾ തുറക്കുവാനാണ് പോകുന്നത്. സുഹേലി, കട്മത്ത് ദ്വീപുകളിലായി വാട്ടർ വില്ലകളും ബീച്ച് വില്ലകളും ഉൾപ്പെടെ 110 മുറികളുള്ള ഹോട്ടലുകളാണിത്. ഇതുകൂടാതെ ലക്ഷദ്വീപിലെ 3 ദ്വീപുകളിലായി 806 കോടിയുടെ വിനോദസഞ്ചാര പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു. മാലദ്വീപിന്റെ മാതൃകയിൽ ബീച്ച് ടൂറിസവും ജലസാഹസിക വിനോദങ്ങളും നടപ്പിലാക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത്. ഇനി മാലദ്വീപിനെ നോക്കിയാൽ അവരുടെ പ്രധാന വരുമാനം തന്നെ ടൂറിസമാണ്. അടിച്ചു പൊളിക്കുവാൻ വരുന്നവർക്ക് എല്ലാ സൗകര്യവും അവിടെയുണ്ട്. ഏറ്റവും കൂടുതലായി ഹണിമൂൺ പാക്കേജുകൾക്ക് മാലദ്വീപാണ് പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ മലയാളികളെക്കാൾ ഉത്തരേന്ത്യക്കാരാണ് മാലദ്വീപിലെ പ്രധാന ടൂറിസ്റ്റുകൾ. മാലദ്വീപും ഇന്ത്യയുമായുള്ള ബന്ധത്തിലുണ്ടായ പ്രതിസന്ധി ഗുരുതരമായി ബാധിക്കുന്നത് കേരളത്തിനാണെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ചികിത്സയ്ക്കും വിനോദസഞ്ചാരത്തിനുമായി 90 ദിവസം വിസയില്ലാതെ ഇരു രാജ്യത്തും യാത്രികർക്ക് സഞ്ചരിക്കാം. 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും മാലദ്വീപിലെത്താം. ശരാശരി ദിവസം 180 യാത്രക്കാരോളം തിരുവനന്തപുരത്ത് നിന്നും മാലദ്വീപിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. കേരളത്തിലെ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിലെ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മറ്റു സ്വകാര്യ ആശുപത്രികളിലും മാലദ്വീപുകാരുടെ തിരക്കാണ്. അവർക്കായി പ്രത്യേകം ഭാഷ അറിയാവുന്ന കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏക മാലദ്വീപ് കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരത്താണ്. ലക്ഷദ്വീപ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വാതിലുകൾ തുറക്കുകയാണ്. മാലദ്വീപിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ഭൂപ്രദേശമാണ് ലക്ഷദ്വീപ്. ഇവിടെ നടക്കുന്ന ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണ്. പ്രകൃതിക്കനുസരിച്ചുള്ള നിർമ്മാണങ്ങളും പരിസ്ഥിതിയെ ഉപദ്രവിക്കാത്ത തരത്തിലുള്ള വിനോദസഞ്ചാര പദ്ധതികളും മികച്ച രീതിയിൽ നടപ്പിലാക്കിയാൽ തന്നെ വലിയൊരു ടൂറിസം വരുമാനം ലക്ഷദ്വീപിൽ നിന്നും ഉണ്ടാകും. പൊതുവെ ശാന്തമായ നല്ല അന്തരീക്ഷമുള്ള ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം നുകരാനെത്തുന്നവർ ഇവിടുത്തെ കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ലോകം തിരിച്ചറിയാത്ത ലക്ഷദ്വീപിൻ്റെ സാധ്യതകൾ മുന്നോട്ട് വന്നതാണ് മാലദ്വീപിനെ ആശങ്കയിലാഴ്ത്തിയത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വൈവിധ്യമാർന്ന കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ തന്നെ നല്ലൊരു ടൂറിസം വരുമാനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. എന്തായാലും വരും നാളുകളിൽ ലക്ഷദ്വീപിനെ പറ്റി കൂടുതൽ പുതിയ വാർത്തകൾ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കും കാണാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക. നന്ദി, നമസ്കാരം.